ഗ്രേസ് ചാനലിലേക്ക് എല്ലാ സഹോദരി സഹോദരന്മാർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമല്ലേ? ഞാൻ തൊട്ട് അനുഭവിച്ച് രുചിച്ചറിഞ്ഞ യേശുവുമായി ഇത്തിരി നേരം ഇന്ന് നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മെ അറിയുന്ന ദൈവം എന്ന കാര്യമാണ്. എത്ര പേർ വിശ്വസിക്കുന്നു എൻ്റെ ദൈവത്തിന് എന്നെ വ്യക്തിപരമായി അറിയാമെന്ന്? വചനം പറയുന്നു, 1 യോഹന്നാൻ 3:20 ദൈവം നമ്മുടെ ഹൃദയത്തേക്കാൾ വലിയവനും എല്ലാം അറിയുന്നവനുമാകുന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനം 4:13 അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല, സകലവും അവൻ്റെ കണ്ണിന് നഗ്നവും മലർന്നവുമായി കിടക്കുന്നു. അപ്പോസ്തലപ്രവൃത്തി 1:24 സകല ഹൃദയങ്ങളെ അറിയുന്ന കർത്താവേ, നമ്മുടെ ഹൃദയം അറിയുന്ന കർത്താവ്. ഹല്ലേലൂയ. നോക്കൂ, ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് നമ്മെ അറിയാമെന്ന് പറഞ്ഞാൽ നാം സന്തോഷിക്കും, അഭിമാനിക്കും. വേണ്ട, ഒരു മന്ത്രിക്കോ MLAക്കോ നമ്മെ അറിയാമെങ്കിൽ നാം അഭിമാനിക്കുകയും സന്തോഷിക്കുകയും ചെയ്യും. ഇവിടെ അഖിലാണ്ടത്തിൻ്റെ ഉടയവനും സർവശക്തനുമായ ദൈവം പറയുകയാണ്, എനിക്ക് നിന്നെ വ്യക്തിപരമായി അറിയാമെന്ന്. ഹല്ലേലൂയ. നമുക്കൊരു വേദഭാഗം നോക്കാം. അപ്പോസ്തലപ്രവൃത്തി 9-10, 11, 12 അനന്യാസിനോട് ദൈവം പറയുകയാണ്, നീ നേർവീഥി എന്ന തെരുവിൽ ചെന്ന് യൂദയുടെ വീട്ടിൽ തർസോസുകാരൻ ശൗൽ എന്നു പേരുള്ളവനെ അന്വേഷിക്കുക. അവൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് യൂദയുടെ വീടറിയാം, നേർവീഥി എന്ന തെരുവറിയാം, ശൗൽ എവിടെ താമസിക്കുന്നു അറിയാം, ഏത് നാട്ടുകാരനെന്ന് അറിയാം. ഹല്ലേലൂയ. മാത്രമല്ല, അവൻ പ്രാർത്ഥിക്കുന്നു എന്നറിയാം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദൈവത്തിന് നമ്മെ ഓരോരുത്തരെയും അറിയാം. നമ്മുടെ പേരറിയാം, നാം എവിടെ താമസിക്കുന്നു എന്നറിയാം, നമ്മുടെ വീടറിയാം, നാം എന്തു ചെയ്യുന്നു എന്നറിയാം. വചനം പറയുന്നു, അവൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഇത്രയും വ്യക്തിപരമായി നമ്മെ അറിയുന്ന ഒരു ദൈവത്തെയാണ് നാം വിളിക്കുന്നത്. വചനം പറയുന്നു, 2 ദിനവൃത്താന്തം 16:9 യഹോവയുടെ കണ്ണ് തങ്ങൾ ഏകാഗ്രചിത്തരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാൻ എന്ന് കാണിക്കേണ്ടതിന് ഊടാടിക്കൊണ്ടിരിക്കുന്നു. 1 പത്രോസ് 3:12 കർത്താവിൻ്റെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവൻ്റെ ചെവി അവരുടെ പ്രാർത്ഥനയ്ക്കും തുറന്നിരിക്കുന്നു. ഹല്ലേലൂയ. എനിക്ക് ഈ ബോധ്യം വന്നത് കുറേ നാളുകൾക്ക് മുമ്പ് എനിക്കൊരു പ്രതിസന്ധി വന്നു. ഞാൻ ചിന്തിച്ചു, ആരോട് ഈ പ്രശ്നം പറഞ്ഞ് പ്രാർത്ഥിക്കും? ഒരു നമ്പർ പോലും കയ്യിലില്ലല്ലോ എന്ന്. പെട്ടെന്ന് ഞാനൊരു ശബ്ദം കേൾക്കുകയാണ്, എന്നോട് പറയാനാണോ നീ നമ്പർ തപ്പുന്നത്? ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഞാൻ ഈ ശബ്ദം കേട്ട് ചിരിച്ചുപോയി. അതോടൊപ്പം എൻ്റെ കണ്ണുകൾ നിറഞ്ഞു. കാരണം എന്നെ വ്യക്തമായി അറിയുന്ന, ഞാൻ ഏത് സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നു എന്ന് എൻ്റെ ദൈവം അറിയുന്നുവല്ലോ എന്ന് ഓർത്ത് ഞാൻ സന്തോഷിച്ചു. അതുകൊണ്ട് ഇന്നെനിക്ക് നിങ്ങളോട് ആധികാരികമായി പറയാൻ സാധിക്കും, നമ്മുടെ ദൈവം യേശുക്രിസ്തു നമ്മെ പൂർണ്ണമായും അറിയുന്നു. ഹല്ലേലൂയ. പക്ഷേ നാം ആ ദൈവ സാന്നിധ്യത്തെ തിരിച്ചറിയാതെ മറ്റെന്തോ കാര്യങ്ങളിലാണ് നമ്മുടെ ആശ്രയം. നമ്മുടെ ഉള്ളിൽ വന്ന് വാസം ചെയ്യുന്ന പരിശുദ്ധാത്മാവിനെ നാം മറന്നു പോകുന്നു, തിരിച്ചറിയാതെ പോകുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14:16 ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടിയിരിക്കാൻ നിങ്ങൾക്ക് തരും.
ഹല്ലേലൂയ. ആ പരിശുദ്ധാത്മാവ് ദൈവമായവൻ നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നു. ആ ദൈവം സകലവും അറിയുന്നു. ഹല്ലേലൂയ. പിന്നെ എന്തിനു വിഷമിക്കണം? സന്തോഷിക്കൂ, ദൈവം എല്ലാം അറിയുന്നു. ഹല്ലേലൂയ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 4-ാം അധ്യായത്തിൽ ഒരു സ്ത്രീയെ കാണാം, ശമരിയക്കാരി സ്ത്രീ. യേശു ആ സ്ത്രീയുമായി സംസാരിക്കുന്നു. അവളുടെ ഭർത്താവിനെ വിളിച്ചുകൊണ്ടുവരാൻ ആവശ്യപ്പെടുന്നു. അവർ എനിക്ക് ഭർത്താവില്ല എന്ന് പറയുമ്പോൾ യേശു പറയുകയാണ്, ഭർത്താവില്ല എന്ന് ഇപ്പോൾ നീ പറയുന്നത് ശരി തന്നെ, പക്ഷേ നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോഴുള്ളവനോ ഭർത്താവല്ല. യേശു കർത്താവ് ആ സ്ത്രീയുടെ മുൻകാലവും ഇപ്പോഴത്തെ അവസ്ഥയും അറിയുന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, യേശുവിന് നമ്മുടെ മുൻകാലവും നമ്മളുടെ ഇപ്പോഴത്തെ അവസ്ഥയും ഭാവിയും അറിയാം. ഹല്ലേലൂയ. ഒരു പ്രത്യേക കാര്യം, ആ സ്ത്രീ ഒരു നല്ല രീതിയിൽ ജീവിച്ചവളായിരുന്നില്ല. എന്നാൽ അവളെയും ചേർത്ത് നിർത്തി അവളോട് സംസാരിക്കുന്ന, അവളെയും രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുന്ന, അവളെയും സ്നേഹിക്കുന്ന യേശു കർത്താവ്. ഹല്ലേലൂയ. മത്തായി എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 34-ാം വാക്യം. പത്രോസിനോട് യേശു പറയുന്നു, നീ കോഴി 3 വട്ടം കൂവും മുമ്പ് എന്നെ തള്ളിപ്പറയും. നോക്കൂ, കോഴി കൂവുമെന്നും പത്രോസ് തന്നെ തള്ളിപ്പറയുമെന്നും യേശുവിന് നന്നായി അറിയാമായിരുന്നു. അത് സംഭവിച്ചില്ലേ? യോഹന്നാൻ എഴുതിയ സുവിശേഷം 21-ാം അധ്യായം 15-ാം വാക്യം. ഇവിടെ ഒരു കാര്യം ശ്രദ്ധേയമാണ്. യേശുവിനെ പ്രാഗിയിട്ടും തള്ളിപ്പറഞ്ഞിട്ടും യേശു പത്രോസിനോട് ചോദിക്കുകയാണ്, പത്രോസേ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മോടും യേശു അപ്പ ഇന്ന് ചോദിക്കുകയാണ്, ഡു യു ലവ് മീ മോർ ദാൻ ദിസ്? നമ്മുടെ ഗുണം നോക്കാതെ, ശ്രേഷ്ഠത നോക്കാതെ ഇന്ന് നമ്മോട് ദൈവം ചോദിക്കുകയാണ്, നിനക്കുള്ള എല്ലാത്തിനേക്കാൾ നീ എന്നെ സ്നേഹിക്കുന്നുവോ? സങ്കീർത്തനം 139 1-ാം വാക്യം. ദാവീദ് പറയുന്നു, ഞാൻ എഴുന്നേൽക്കുന്നതും ഇരിക്കുന്നതും നീ അറിയുന്നു. ഒരു ദൈവ പൈതലിന് ഈ ഉറപ്പുണ്ടായിരിക്കണം, ഞാൻ എഴുന്നേൽക്കുന്നതും ഇരിക്കുന്നതും അറിയുന്ന ദൈവം. മലാക്കി പ്രവചനം 3-ാം അധ്യായം 16-ാം വാക്യം. യഹോവ ഭക്തന്മാർ തമ്മിൽ സംസാരിച്ചു, യഹോവ അത് ശ്രദ്ധ വെച്ച് കേട്ടു. എത്ര പേർ വിശ്വസിക്കുന്നു? നാം സംസാരിക്കുന്നതും തമ്മിൽ സംസാരിക്കുന്നതും ദൈവം കേൾക്കുന്നുണ്ട്. ഹല്ലേലൂയ. യിരെമ്യാവിൻ്റെ പുസ്തകം 1-ാം അധ്യായം 5-ാം വാക്യം. നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിനു മുമ്പ് ഞാൻ നിന്നെ അറിഞ്ഞു. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 8-ാം അധ്യായം 3-ാം വാക്യം. ഒരുത്തൻ ദൈവത്തെ അറിയുന്നു, സ്നേഹിക്കുന്നു എങ്കിലോ അവനെ ദൈവം അറിഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, നമ്മെ ദൈവം വ്യക്തിപരമായി അറിയുന്നുവെന്ന് ഈ വചനം നമുക്ക് ഉറപ്പ് നൽകുന്നു. പിന്നെ എന്തിനു ഭയപ്പെടണം? എന്തിനു നിരാശപ്പെടണം? പത്രോസിനോട് ചോദിച്ച പോലെ ഇന്ന് നമ്മോട് ഓരോരുത്തരോടും ദൈവം ചോദിക്കുകയാണ്, ഡു യു ലവ് മീ മോർ ദാൻ ദിസ്? എല്ലാറ്റിലും ഉപരിയായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? ആ യേശു അപ്പായുടെ കരങ്ങളിലേക്ക് നമുക്ക് നമ്മെ തന്നെ വിട്ടുകൊടുക്കാം. ഒരു വാക്ക് പ്രാർത്ഥിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളെ മുഴുവനായി അറിയുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഇതാ ഒരു പ്രാവശ്യം കൂടെ ഞങ്ങളുടെ ഹൃദയം അങ്ങേയ്ക്കായി വിട്ടുതരുന്നു, സമർപ്പിക്കുന്നു. ഞങ്ങളുടെ വേദനകൾ, പ്രതിസന്ധികൾ അങ്ങ് ഞങ്ങളെക്കാൾ അറിയുന്നതിനായി സ്തോത്രം. പിതാവേ, ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ പ്രിയ സഹോദരങ്ങളെയും അനുഗ്രഹിച്ചതിനായി നന്ദി. അവർ ഏതാവശ്യങ്ങളിൽ വിഷമിക്കുന്നുവോ അതിന് വിടുതൽ കൊടുത്തതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. പുതിയൊരു ചാനലാണ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.
ആമേൻ.